നമസ്കാരം, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ സീരീസാണ് നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അബ്കാരി ആക്ടിൻ്റെ ഒരു സെക്ഷനാണ് നോക്കിയിട്ടുള്ളത്. ഇന്നും അബ്കാരി ആക്ട് തന്നെയാണ്. അബ്കാരി ആക്ടിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു 2-3 പാർട്ടായിട്ട് മാത്രമേ നമുക്കിത് തീർക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇന്നത്തെ സെക്ഷനിലോട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ സെക്ഷനുകളിൽ സെക്ഷൻ 10ഉം സെക്ഷൻ 11ഉം പറഞ്ഞിട്ടാണ് നിർത്തിയത്. അബ്കാരി ആക്ടിൻ്റെ ജൂറിസ്ഡിക്ഷനുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ അതോറിറ്റി എംപവേർഡ് ടു സെയിൽ ലിക്വർ, അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങാനുള്ളത്. അതോറിറ്റി എംപവേർഡ് ടു സെയിൽ ലിക്വർ സെക്ഷൻ 15 കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ 15. കള്ളൊഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 15. കള്ള് ചെത്താൻ അവകാശമുള്ള ആൾക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി നിയമപ്രകാരം കള്ള് നിർമ്മിക്കാനോ ലൈസൻസ് ഉള്ള വ്യക്തിക്ക് വിൽക്കാവുന്നതുമാണ്. കള്ള് ചെത്താൻ അവകാശമുള്ള ആൾക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി നിയമപ്രകാരം കള്ള് നിർമ്മിക്കാനോ ലൈസൻസ് ഉള്ള വ്യക്തിക്ക് വിൽക്കാവുന്നതും ആണ്. ദെൻ കമ്മീഷണറുടെ ലൈസൻസ് ഇല്ലാതെ മദ്യമോ മറ്റ് ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല. കമ്മീഷണറുടെ ലൈസൻസ് ഇല്ലാതെ മദ്യമോ മറ്റ് ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല. സെക്ഷൻ 15 പ്രകാരം വിൽപ്പനയ്ക്കായി കണക്കാക്കപ്പെടുന്നവ മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുന്നത്, മദ്യം പാരിതോഷികമായി നൽകുന്നത്, ഇവ രണ്ടും സെക്ഷൻ 15 പ്രകാരം വിൽപ്പനയായി കണക്കാക്കപ്പെടുന്നവയാണ്. സെക്ഷൻ 15 പ്രകാരം വിൽപ്പനയായി കണക്കാക്കപ്പെടുന്നത് മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുന്നത്, മദ്യം പാരിതോഷികമായി നൽകുന്നത്. ദെൻ സെക്ഷൻ 21 എന്താണ് പറയുന്നത്? കള്ള് ചെത്തുന്നവർക്ക് നൽകേണ്ട ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 21. സെക്ഷൻ 21 കള്ള് ചെത്തുന്നവർക്ക് നൽകേണ്ട ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ 21. ദെൻ വാട്ട് ഈസ് ലിക്വർ? എന്താണ് ലിക്വർ അഥവാ മദ്യം? അബ്കാരി ആക്ടിലെ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3-10. സെക്ഷൻ 3-10. മദ്യം എന്നാൽ സ്പിരിറ്റ്, വൈൻ, കള്ള്, ചാരായം, ബിയർ തുടങ്ങിയ ആൽക്കഹോൾ അടങ്ങിയ എല്ലാ പാനീയങ്ങളും മദ്യത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. മദ്യം എന്നാൽ സ്പിരിറ്റ്, വൈന്, കള്ള്, ചാരായം, ബിയർ തുടങ്ങിയ ആൽക്കഹോൾ അടങ്ങിയ എല്ലാ പാനീയങ്ങളും. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്വർ ആണ്. മദ്യം താഴെ പറയുന്ന 2 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. പുളിപ്പിച്ച മദ്യം അഥവാ ഫെർമെൻറ്റഡ് ലിക്വർ, ഉദാഹരണം കള്ള്, ബിയർ, വൈൻ തുടങ്ങിയവ. ദെൻ വാറ്റിയെടുത്ത മദ്യം അല്ലെങ്കിൽ സ്പിരിറ്റ്, ഡിസ്റ്റിലേറ്റഡ് ലിക്വേഴ്സ് ഓർ സ്പിരിറ്റ്സ്, ഉദാഹരണം ചാരായം, കൊക്കോ ബ്രാൻഡി, സ്പിരിറ്റ്, ബ്രാൻഡി, വിസ്കി തുടങ്ങിയവ. അപ്പോൾ മദ്യം താഴെ പറയുന്ന 2 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. പുളിപ്പിച്ച മദ്യം ഫെർമെൻറ്റഡ് ലിക്വറും വാറ്റിയെടുത്ത മദ്യം അല്ലെങ്കിൽ സ്പിരിറ്റ്, ഡിസ്റ്റിലേറ്റഡ് ലിക്വർ ഓർ സ്പിരിറ്റ്സ്. ഉദാഹരണം പുളിപ്പിച്ച മദ്യത്തിൻ്റെ ഉദാഹരണമാണ് കള്ള്, ബിയർ, വൈന് തുടങ്ങിയവ. വാറ്റിയെടുത്ത മദ്യം അഥവാ സ്പിരിറ്റിൻ്റെ ഉദാഹരണങ്ങളാണ് ചാരായം, കൊക്കോ ബ്രാൻഡി, സ്പിരിറ്റ്, ബ്രാൻഡി, വിസ്കി തുടങ്ങിയവ. ദെൻ ടൈപ്സ് ഓഫ് ലിക്വർ നോക്കാം. മദ്യത്തെ നികുതി ഈടാക്കുന്ന ആവശ്യത്തിലേക്ക് വേണ്ടി 2ആയി തരംതിരിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ ക്ലാസിഫിക്കേഷനാണ് നടത്തിയത്. ഇത് നികുതി ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് ടൈപ്സ് ഓഫ് ലിക്വറായിട്ട് നമ്മൾ മദ്യത്തെ തരംതിരിച്ചിട്ടുണ്ട്. 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് നാടൻ മദ്യം അഥവാ കൺട്രി ലിക്വറും, ഉദാഹരണം കള്ള്, ചാരായം തുടങ്ങിയവ. ദെൻ വിദേശ മദ്യം അഥവാ ഫോറിൻ ലിക്വർ, ഉദാഹരണം നാടൻ മദ്യം ഒഴികെയുള്ള എല്ലാ മദ്യവും ഇതിൽ ഉൾപ്പെടുന്നു. വിദേശ മദ്യത്തിലെ നാടൻ മദ്യം ഒഴികെയുള്ള എല്ലാതും വിദേശ മദ്യത്തിലാണ് ഉൾപ്പെടുന്നത്. ദെൻ ഡെഫിനിഷൻസ്, ടെക്നിക്കൽ ആൻഡ് ലീഗൽ ടേംസ് ആണ്. നോക്കാം. അബ്കാരി നിയമത്തിലെ സാങ്കേതിക നിയമപദങ്ങളെ നിർവചിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3. സെക്ഷൻ 3 അബ്കാരി നിയമത്തിലെ സാങ്കേതിക നിയമപദങ്ങളെ നിർവചിച്ചിരിക്കുന്നത് സെക്ഷൻ 3. ഉപവകുപ്പുകൾ 1 മുതൽ 25 വരെ. സെക്ഷൻ 3 1 മുതൽ 25 വരെ ഉള്ള ഉപവകുപ്പുകളിലായിട്ട് അബ്കാരി നിയമത്തിലെ സാങ്കേതിക നിയമപദങ്ങളെ നിർവചിച്ചിരിക്കുന്നു. ദെൻ അബ്കാരി റവന്യൂ, സെക്ഷൻ 3-1 അബ്കാരി റവന്യൂ. സെക്ഷൻ 3-1 പ്രകാരം അബ്കാരി റവന്യൂ എന്നാൽ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട് അബ്കാരി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമോ അല്ലെങ്കിൽ നിലവിൽ മറ്റേതെങ്കിലും നിയമപ്രകാരമോ ചുമത്തപ്പെട്ട നികുതിയോ പിഴയോ ഫീസോ അല്ലെങ്കിൽ കണ്ടുകെട്ടപ്പെട്ട വസ്തുക്കളുടെ മൂല്യമോ എന്ന് അർത്ഥമാക്കുന്നു. അബ്കാരി റവന്യൂ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 3-1 പ്രകാരമാണ് മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട് അബ്കാരി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമോ അല്ലെങ്കിൽ നിലവിലെ
നിലവിലെ മറ്റേതെങ്കിലും നിയമപ്രകാരമോ ചുമത്തപ്പെട്ട നികുതിയോ പിഴയോ ഫീസോ അല്ലെങ്കിൽ കണ്ടുകെട്ടപ്പെട്ട വസ്തുക്കളുടെ മൂല്യമോ എന്ന് അർത്ഥമാക്കുന്നു. ദെൻ അബ്കാരി ഓഫീസർ എന്നാൽ ആരാണ്? അബ്കാരി ഓഫീസർ എന്നാൽ ആരാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3-2. എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ അബ്കാരി നിയമത്തിലെ വകുപ്പ് 4 അല്ലെങ്കിൽ 5 പ്രകാരം ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനായി നിയമപരമായി നിയമിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥരും അബ്കാരി ഓഫീസർ ആണ്. അബ്കാരി ഓഫീസർ എന്നാൽ എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ അബ്കാരി നിയമത്തിലെ വകുപ്പ് 4 അല്ലെങ്കിൽ 5 പ്രകാരം ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനായി നിയമപരമായി നിയമിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനും അബ്കാരി ഓഫീസറാണ്. സെക്ഷൻ 3-2 അത് പറയുന്നത്. ദെൻ മിശ്രണം അഥവാ ബ്ലെൻഡിങ് സെക്ഷൻ 3-2A. മിശ്രണം അഥവാ ബ്ലെൻഡിങ് സെക്ഷൻ 3-2A. മിശ്രണം എന്നാൽ ഒരേപോലെയുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ 2 തരം മദ്യത്തെ ഒന്നിച്ച് ആക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഒരേപോലുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ 2 തരം മദ്യത്തെ ഒന്നിച്ച് ആക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് മിശ്രണം എന്നതുകൊണ്ട്. ദെൻ ബോണ്ടഡ് വെയർഹൗസ് സെക്ഷൻ 3-2B. ബോണ്ടഡ് വെയർഹൗസ് എന്നാൽ ബോണ്ടഡ് വെയർഹൗസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 3-2B ആണ്. കരാർ അടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വച്ചിരിക്കുന്ന സംഭരണശാലകളാണ് ബോണ്ടഡ് വെയർഹൗസുകൾ. കരാർ അടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വച്ചിരിക്കുന്ന സംഭരണശാലകളാണ് ബോണ്ടഡ് വെയർഹൗസുകൾ. ദെൻ കോമ്പൗണ്ടിങ് സെക്ഷൻ 3-5 കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നത്. കോമ്പൗണ്ടിങ് എന്നാൽ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതോ ഇന്ത്യൻ നിർമ്മിതമോ ആയ സ്പിരിറ്റിൽ അതിൻ്റെ മണമോ രുചിയോ മാറ്റം വരുത്തുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ കൃത്രിമ നിറമോ ചേർക്കുന്നതാണ് കോമ്പൗണ്ടിങ് എന്നാൽ. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതോ ഇന്ത്യൻ നിർമ്മിതമോ ആയ സ്പിരിറ്റിൽ അതിൻ്റെ മണമോ രുചിയോ മാറ്റം വരുത്തുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ കൃത്രിമ നിറമോ ചേർക്കുന്നതാണ് കോമ്പൗണ്ടിങ്. ദെൻ അബ്കാരി ഇൻസ്പെക്ടറെ കുറിച്ച് പറയുന്ന സെക്ഷൻ 3-6 അബ്കാരി ഇൻസ്പെക്ടർ എന്നാൽ അബ്കാരി നിയമത്തിലെ സെക്ഷൻ 4D പ്രകാരം നിയമിതനായ ഉദ്യോഗസ്ഥനാണ് അബ്കാരി ഇൻസ്പെക്ടർ. അബ്കാരി ഇൻസ്പെക്ടറെ പറ്റി പറയുന്നത് സെക്ഷൻ 3-6. ദെൻ അരാക്ക് അഥവാ ചാരായം സെക്ഷൻ 3-6A ആണ്. അരാക്ക് അഥവാ ചാരായത്തെക്കുറിച്ച് പറയുന്നത്. അബ്കാരി ആക്ടിൽ ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3-6A. ചാരായം എന്നാൽ കള്ള്, ബിയർ, സ്പിരിറ്റ്, വൈൻ, വിദേശമദ്യം, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതും സർക്കാർ അംഗീകൃത ഫോർമുല പ്രകാരം നിർമ്മിച്ച ആൽക്കഹോൾ അടങ്ങിയ ദ്രാവകങ്ങൾ ഒഴികെ ലഹരിമുക്തമായ ഏത് പാനീയവും ചാരായം എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ചാരായം എന്നാൽ കള്ള്, ബിയർ, സ്പിരിറ്റ്, വൈൻ, വിദേശമദ്യം, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതും സർക്കാർ അംഗീകൃത ഫോർമുല പ്രകാരം നിർമ്മിച്ച ആൽക്കഹോൾ അടങ്ങിയ ദ്രാവകങ്ങൾ ഒഴികെ ലഹരിമുക്തമായ ഏത് പാനീയവും ചാരായം എന്ന വിഭാഗത്തിൽ പെടുന്നു. ദെൻ ടോഡി അഥവാ കള്ള് സെക്ഷൻ 3-8 പ്രകാരമാണ് ടോഡി അഥവാ കള്ളിനെ പറയുന്നത്. അബ്കാരി ആക്ടിൽ കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3-8 ആണ്. സെക്ഷൻ 3-8. കള്ള് എന്നാൽ തെങ്ങ്, പന, ഈന്തപ്പന തുടങ്ങിയ ഏതുതരം പനമരങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ ലഹരിമുക്തമായ പാനീയമാണ്. കള്ള് എന്നാൽ തെങ്ങ്, പന, ഈന്തപ്പന തുടങ്ങിയ ഏതുതരം പനമരങ്ങളിൽ നിന്നോ വേർതിരിച്ചെടുത്ത പുളിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ ലഹരിമുക്തമായ പാനീയമാണ് കള്ള് എന്നാൽ. ദെൻ സ്പിരിറ്റ് അഥവാ സ്പിരിറ്റിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3-9. അബ്കാരി ആക്ടിലെ സ്പിരിറ്റിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3-9. സ്പിരിറ്റ് എന്നാൽ മദ്യം അടങ്ങിയതും ഡിസ്റ്റിലേഷൻ വഴി നിർമ്മിച്ചെടുക്കുന്നതുമായ ഏത് മദ്യവും സ്പിരിറ്റാണ്. മദ്യം അടങ്ങിയതും ഡിസ്റ്റിലേഷൻ വഴി നിർമ്മിച്ചെടുക്കുന്നതുമായ ഏത് മദ്യവും സ്പിരിറ്റ് എന്ന പദത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ ബിയറിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 3-11. അബ്കാരി ആക്ടിൽ ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3-11. ബിയർ എന്നാൽ മാൾട്ടിൽ നിന്ന് പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന എയിൽ, സ്റ്റൗട്ട്, പോർട്ടർ തുടങ്ങിയ പാനീയങ്ങളാണ് ബിയർ എന്നാൽ മാൾട്ടിൽ നിന്നും പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന എയിൽ, സ്റ്റൗട്ട്, പോർട്ടർ തുടങ്ങിയ പാനീയങ്ങളാണ്. ദെൻ കൺട്രി ലിക്വർ അഥവാ നാടൻ മദ്യത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 3-12.
അബ്കാരി ആക്ടിൽ നാടൻ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3-12. നാടൻ മദ്യം എന്നാൽ കള്ള്, ചാരായം തുടങ്ങിയ പ്രാദേശികമായി നിർമ്മിക്കുന്ന മദ്യങ്ങളാണ് കള്ള്, ചാരായം തുടങ്ങിയവ. ദെൻ ഫോറിൻ ലിക്വർ വിദേശ മദ്യം സെക്ഷൻ 3-13 സെക്ഷൻ 3-13 ഫോറിൻ ലിക്വറിനെ അഥവാ വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്നത്. അബ്കാരി ആക്ടിൽ വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3-13. വിദേശ മദ്യം എന്നാൽ നാടൻ മദ്യം ഒഴികെയുള്ള മറ്റെല്ലാവിധ മദ്യവും വിദേശ മദ്യമാണ്. ദെൻ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ FMFL വിദേശ നിർമ്മിത വിദേശ മദ്യം സെക്ഷൻ 3-13A. അബ്കാരി ആക്ടിൽ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3-13A. വിദേശ നിർമ്മിത വിദേശ മദ്യം എന്നാൽ വിദേശത്ത് നിർമ്മിച്ചതോ കലർത്തിയതോ വാറ്റിയതോ കുപ്പിയിലാക്കിയതോ ആയ മദ്യത്തെ കടൽ മാർഗമോ കരമാർഗമോ വായുമാർഗമോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ അത്തരത്തിലുള്ള മദ്യത്തെ വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്നു. വിദേശത്ത് നിർമ്മിച്ചതോ കലർത്തിയതോ വാറ്റിയതോ കുപ്പിയിലാക്കിയതോ ആയ മദ്യത്തെ കടൽ മാർഗമോ കരമാർഗമോ വായുമാർഗമോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ അത്തരത്തിലുള്ള മദ്യത്തെ വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്നു. ദെൻ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്നാൽ IMFL ആണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സെക്ഷൻ 3-13B ആണ്. FMFL സെക്ഷൻ 3-13A, IMFL സെക്ഷൻ 3-13B. അബ്കാരി ആക്ടിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3-13B. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്നാൽ വിദേശ നിർമ്മിത വിദേശ മദ്യവും അവ അല്ലാതെ ഇന്ത്യയിൽ നിർമ്മിച്ച മറ്റ് ഏത് വിദേശ മദ്യവും. വിദേശ നിർമ്മിത വിദേശ മദ്യവും അവ അല്ലാതെ ഇന്ത്യയിൽ നിർമ്മിച്ച മറ്റ് ഏത് വിദേശ മദ്യവും ഏതിൽ പെടുന്നു? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ പെടുന്നു. ദെൻ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലഹരി മരുന്നാണ്. സെക്ഷൻ 3-14 ലഹരി മരുന്നിനെ കുറിച്ച് പറയുന്നത്. ലഹരി മരുന്ന് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ഇപ്പോൾ റെലവൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ലഹരി മരുന്ന് എന്നിവ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നോക്കി വയ്ക്കാം. ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് എന്നാണ് ലഹരി മരുന്നിനെ പറയുന്നത്. സെക്ഷൻ 3-14 ലഹരി മരുന്ന് എന്നാൽ 1985 NDPS ആക്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന സൈക്കോട്രോപിക് പദാർത്ഥം, വേദന സംഹാരികളോ ഉറക്ക ഗുളികകളോ ഒഴികെയുള്ള ഏത് ലഹരി വസ്തുക്കളും ലഹരി മരുന്നിൽ പെടുന്നവയാണ്. 1985 NDPS ആക്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന സൈക്കോട്രോപിക് പദാർത്ഥം, വേദന സംഹാരികളോ ഉറക്ക ഗുളികളോ ഒഴികെയുള്ള ഏത് ലഹരി വസ്തുക്കളും ലഹരി മരുന്നാണ്. ദെൻ സെയിൽ അഥവാ വിൽപ്പന സെക്ഷൻ 3-15 സെയിലിനെ കുറിച്ച് പറയുന്നത്. വിൽപ്പന എന്നാൽ ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ കൈമാറ്റവും അത് പാരിതോഷികമായി നൽകിയാൽ പോലും ലഹരി വസ്തുക്കളുടെ വിൽപ്പന എന്ന പരിധിയിൽ വരും. ദെൻ ഇറക്കുമതി അഥവാ ഇമ്പോർട്ട് സെക്ഷൻ 3-16 ഇറക്കുമതിയെക്കുറിച്ച് പറയുന്നത്. സംസ്ഥാനത്തിനുള്ളിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നതാണ് സെക്ഷൻ 3-16. ദെൻ കയറ്റുമതി അഥവാ എക്സ്പോർട്ട് സെക്ഷൻ 3-17 സംസ്ഥാനത്തിന് പുറത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്നത് കയറ്റുമതി എന്ന വിഭാഗത്തിൽപ്പെടും. 3-17 സെക്ഷൻ. ദെൻ കൊണ്ടുപോകൽ അഥവാ ട്രാൻസിറ്റ് ആണ്. സെക്ഷൻ 3-17A. ട്രാൻസിറ്റ് എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സ്ഥലത്തു നിന്നും ഒരു സംസ്ഥാനത്തിൻ്റെ മറ്റൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തു നിന്ന് കേരളത്തിൽ നിന്ന് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്കോ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ കൊണ്ടുപോകുന്നതിനെയാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് ഒരു ജില്ലയിലേക്ക് കൊണ്ടുപോകുന്നതും ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു കേന്ദ്രഭരണ പ്രദേശത്തേക്കോ കൊണ്ടുപോകുന്നതിനെയാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. കടത്ത് അഥവാ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 3-18 ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുന്നത്. സംസ്ഥാനത്തിനകത്ത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഏത് വിധത്തിൽ കൊണ്ടുപോയാലും അത് കടത്താണ്. സംസ്ഥാനത്തിനകത്ത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഏത് വിധത്തിൽ കൊണ്ടുപോയാലും അത് കടത്താണ്. അപ്പോൾ ട്രാൻസിറ്റ് എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സ്ഥലത്തു നിന്നും ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ നിന്ന് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്കോ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ കൊണ്ടുപോകുന്നതാണ് ട്രാൻസിറ്റ് എന്നാൽ. കടത്ത് എന്നാൽ സംസ്ഥാനത്തിനകത്ത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഏത് വിധത്തിൽ കൊണ്ടുപോയാലും അത് കടത്താണ്. ദെൻ മാനുഫാക്ചർ
അഥവാ ഉൽപാദനം സെക്ഷൻ 3-19 മാനുഫാക്ചർ അഥവാ ഉൽപാദനത്തെ പറ്റി പറയുന്നത്. ഉൽപാദനം എന്നാൽ സ്വാഭാവികമായോ കൃത്രിമമായോ വാറ്റിയതോ പുളിപ്പിച്ചതോ ആയ സ്പിരിറ്റോ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഉൽപാദനം എന്നാൽ. സെക്ഷൻ 3-19 ഉൽപാദനത്തെക്കുറിച്ച് പറയുന്നത്. സ്വാഭാവികമായോ കൃത്രിമമായോ വാറ്റിയതോ പുളിപ്പിച്ചതോ ആയ സ്പിരിറ്റോ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഉൽപാദനത്തിൻ്റെ പരിധിയിൽപ്പെടുന്നത് മദ്യ സംസ്കരണത്തിൻ്റെ ഭാഗമായ കലർത്തൽ, റീഡിസ്റ്റിലേഷൻ തുടങ്ങിയ ഏത് പ്രക്രിയകളും ഉൽപാദനത്തിൻ്റെ പരിധിയിൽപ്പെടുന്നവയാണ്. മദ്യ സംസ്കരണത്തിൻ്റെ ഭാഗമായ കലർത്തൽ, റീഡിസ്റ്റിലേഷൻ തുടങ്ങിയ ഏത് പ്രക്രിയകളും ഉൾപ്പെടും. ദെൻ ബോട്ടിൽ അഥവാ ബോട്ടിൽ എന്നാൽ സെക്ഷൻ 3-19 പറയുന്ന കാര്യമാണ് ബോട്ടിൽ. ബോട്ടിൽ എന്നാൽ മദ്യം വിൽക്കുന്നതിനു വേണ്ടി വീപ്പ പോലുള്ള വലിയ പാത്രങ്ങളിൽ നിന്നും കുപ്പി, ജാർ, ഫ്ലാസ്ക് തുടങ്ങിയ സംഭരണികളിലേക്ക് മാറ്റുന്നതും ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു കുപ്പിയിലേക്ക് മദ്യം മാറ്റുന്നതും ഈ സെക്ഷൻ്റെ പരിധിയിലെ ബോട്ടിൽ എന്നതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ബോട്ടിൽ എന്നാൽ മദ്യം വിൽക്കുന്നതിനു വേണ്ടി വീപ്പ പോലുള്ള വലിയ ഫ്ലാസ്കുകളിൽ നിന്നും കുപ്പി, ജാർ, ഫ്ലാസ്ക് തുടങ്ങിയ സംഭരണികളിലേക്ക് മാറ്റുന്നതും ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു കുപ്പിയിലേക്ക് മദ്യം മാറ്റുന്നതും ഈ സെക്ഷൻ്റെ പരിധിയിലെ ബോട്ടിൽ എന്നതിൽ ഉൾപ്പെടുന്നു. ദെൻ റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ എന്നാൽ 3-20 സെക്ഷൻ 3-20 റെക്ടിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. സ്പിരിറ്റിനെ ശുദ്ധീകരിക്കുന്നതോ നിറമോ ഫ്ലേവറോ ചേർക്കുന്ന പ്രക്രിയയാണ് റെക്ടിഫിക്കേഷൻ. സ്പിരിറ്റിനെ ശുദ്ധീകരിക്കുന്നതോ നിറമോ ഫ്ലേവറോ ചേർക്കുന്ന പ്രക്രിയ സെക്ഷൻ 3-20 പറയുന്ന റെക്ടിഫിക്കേഷൻ എന്ന കാര്യമാണ്. ദെൻ പ്ലേസ് അഥവാ സെക്ഷൻ 3-21 പ്ലേസിനെ കുറിച്ച് പറയുന്നത്. സ്ഥലം, വീട്, കെട്ടിടം, കടമുറി, വാഹനം, ടെൻറ്റ്, ചങ്ങാടം, ബൂത്ത് തുടങ്ങിയ അബ്കാരി നിയമത്തിലെ കീഴിലെ സ്ഥലം എന്നതിൽ ഉൾപ്പെടുന്നവയാണ്. വീട്, കെട്ടിടം, കടമുറി, വാഹനം, ടെൻറ്റ്, ചങ്ങാടം, ബൂത്ത് തുടങ്ങിയവ എല്ലാം അബ്കാരി നിയമത്തിന് കീഴിലെ സ്ഥലം എന്നതിൽ ഉൾപ്പെടുന്നവയാണ്. ദെൻ ടാപ്പ് സെക്ഷൻ 3-22 ടാപ്പ് അഥവാ ചെത്തൽ എന്നാൽ കള്ള് വേർതിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഒരു മരത്തിൽ കലമോ മറ്റ് അനുബന്ധ വസ്തുക്കളോ ഘടിപ്പിക്കുന്നതിനെയാണ് ടാപ്പ് അഥവാ ചെത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 3-22. ദെൻ റെൻ്റൽ വാടക സെക്ഷൻ 3-23. റെൻ്റൽ എന്നാൽ സെക്ഷൻ 18A പ്രകാരം മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ നിർമ്മിക്കാനോ വിൽക്കാനോ വേണ്ടിയുള്ള അനുമതിക്കായി നൽകേണ്ട തുകയാണ് റെൻ്റൽ. സെക്ഷൻ 18A പ്രകാരം മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ നിർമ്മിക്കാനോ വിൽക്കാനോ വേണ്ടിയുള്ള അനുമതിക്കായി നൽകേണ്ട തുകയാണ് റെൻ്റൽ. ദെൻ വെയർ ഹൗസ് അഥവാ സംഭരണശാല സെക്ഷൻ 3-25 വെയർ ഹൗസിനെ കുറിച്ച് പറയുന്നത്. വെയർ ഹൗസ് എന്നാൽ വാറ്റുകേന്ദ്രം, വൈൻ നിർമ്മാണ കേന്ദ്രം, ബ്രൂവറി എന്നിവയുടെ ഭാഗമായി മദ്യം സംഭരിച്ചു വയ്ക്കുന്നതിന് പ്രത്യേകം അനുമതി കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് വെയർ ഹൗസുകൾ. വാറ്റുകേന്ദ്രം, വൈൻ നിർമ്മാണ കേന്ദ്രം, ബ്രൂവറി എന്നിവയുടെ ഭാഗമായി മദ്യം സംഭരിച്ചു വയ്ക്കുന്നതിന് പ്രത്യേകം അനുമതി കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് വെയർ ഹൗസുകൾ. സെക്ഷൻ 3-25 പറയുന്നവയാണ്. ദെൻ നമുക്ക് ഇതിൽ നിന്ന് നോക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈ ഡേയ്സ്. കേരളത്തിലെ ഡ്രൈ ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഏതൊക്കെ ദിവസങ്ങളാണ് ഡ്രൈ ഡേയ്സ് ആയിട്ട് ആചരിക്കുന്നത്, അതായത് മദ്യം വിൽപ്പന നടത്താത്ത ദിവസങ്ങളാണ് ഈ ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. കേരളത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ മദ്യവിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതും ആ ദിവസങ്ങളിൽ മദ്യശാലകൾ നിർബന്ധമായും അടച്ചിടേണ്ടതുമാണ്. ഇത്തരം ദിവസങ്ങളെ ഡ്രൈ ഡേയ്സ് എന്ന് വിളിക്കുന്നു. കേരളത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മദ്യവിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതും ആ ദിവസങ്ങളിൽ മദ്യശാലകൾ നിർബന്ധമായും അടച്ചിടേണ്ടതുമാണ്. ഇത്തരം ദിവസങ്ങളെ ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നു. നിരോധന ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പ്രത്യേക ദിവസങ്ങളൊക്കെ തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഡ്രൈ ഡേയ്സ് എന്നൊക്കെ ചോദ്യങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഒരു മാർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഉറപ്പാണ്. നോക്കാം. ഒന്നാമത്തെ തന്നെ ഗാന്ധി ജയന്തിയാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി നിരോധന ദിവസങ്ങളിലെ ഒന്നാണ്. ദെൻ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ജനുവരി 30 ഡ്രൈ ഡേ ആണ്. ഒക്ടോബർ 2 ജനുവരി 30 ഡ്രൈ ഡേ ആണ്. ദെൻ ശ്രീനാരായണ ഗുരു ജയന്തിയും ശ്രീനാരായണ ഗുരു സമാധിയും നിരോധന ഡ്രൈ ഡേയിൽ പെടുന്നതാണ്. ശ്രീനാരായണ ഗുരു ജയന്തിയും ശ്രീനാരായണ ഗുരു സമാധിയും അതുപോലെ തന്നെ ഗാന്ധി ജയന്തിയും ഗാന്ധി ജയന്തിയുടെ രക്തസാക്ഷി ദിനവും ഡ്രൈ ഡേയുടെ ഭാഗമാണ്. ദെൻ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ. അപ്പോൾ പോളിങ്ങിൻ്റെ മുന്നത്തെ ഒരു ദിവസം മുതൽ പോളിംഗ് കഴിയണ ആ ടൈം വരെയുള്ള 48 മണിക്കൂർ
ഡ്രൈ ഡേ ആണ് എന്ന കാര്യം ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ വോട്ടെണ്ണൽ ദിവസം ഡ്രൈ ഡേ ആണ്. വോട്ടെണ്ണൽ ദിവസം ഡ്രൈ ഡേ ആണ്. ദെൻ ഇംഗ്ലീഷ് മാസം 1-ാം തീയതി കള്ളുഷാപ്പുകൾ ഒഴികെയുള്ള മറ്റ് മദ്യഷാപ്പുകൾക്ക് അവധിയായിരിക്കും. അത് അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കള്ള് ഷാപ്പുകൾക്ക് അന്ന് നിരോധനമില്ല. ഇംഗ്ലീഷ് മാസം 1-ാം തീയതി ബാക്കിയുള്ള ബിയർ പാർലറുകളും അതുപോലെ തന്നെ കള്ള് ഷാപ്പുകൾ ഒഴികെയുള്ള മദ്യ വിൽപ്പനശാലകളൊക്കെ അവധിയായിരിക്കും. ദെൻ ദുഃഖവെള്ളി ദിനം എന്താണ്? ഡ്രൈ ഡേ ആണ് ദുഃഖവെള്ളി. ദെൻ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസങ്ങളാണ് നമ്മൾ നിരോധന ദിവസങ്ങളായിട്ട് ആചരിക്കാറുള്ളത്. ദെൻ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസ് എന്ന ഭാഗത്തിൽ നിന്ന് തുടങ്ങാം. കുറച്ചുകൂടി ഉണ്ട് നമ്മുടെ അബ്കാരി ആക്ട്. നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ആക്റ്റാണ് ഈ അബ്കാരി ആക്ട്. നമുക്ക് ഓരോ സെക്ഷനായിട്ട് തന്നെ അത് കവർ ചെയ്യാം. ഓരോ സെക്ഷനും പ്രത്യേകം എടുത്ത് പഠിക്കുക. നിങ്ങൾ പഠിക്കണതിൻ്റെ ഒപ്പം തന്നെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കണതായിരിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സെക്ഷനുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ കൺഫ്യൂസിങ് ആണ് ടോപ്പിക്ക്. അതുകൊണ്ട് തന്നെ റിവൈസ് ചെയ്ത് നോട്ടുകൾ തയ്യാറാക്കി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.